الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيهديه الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله بسم الله ما شاء ولا قوة إلا بالله العلي العظيم. എൻ്റെ ബാസ് എഴുതിയതൊന്നും ലേശം കുറക്കണം. ബാസ് إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون. أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ما مر على المسلمين شهر خير لهم منه ولا يأتي على المنافقين شهر شر لهم منه. قال رسول الله بسم الذي عز اسمه بسم الله حمدا يوافي كل نعماء إلا وعلى النبي وآله صلى الله وعلى صحابته الأولى رضي الله عنهم وأرضاهم بما نصروا النبي وقاتلوا في الله حتى نالهم ما أملوا. يا حبذا قوم لهم قل تعملوا ما شئتم ندعو بهم يا الله. من أهل بدر عنهم رضي الله. بالمصطفى بدر التمام الأمجد نور الهدى خير الأنام محمد. وبحبه نرجو السلامة في الغد فاشغل بذاك قلوبنا يا الله. وعليه وعلى آله صلى الله
وخليله الصديق سيد أبي حفص وعثمان الغني ذي المنصب وعلي المولى الوصي سيف الله بلغ مقاصدنا بهم يا الله وبعبد الرحمن بن غوف وأبي عبيدة وبطلحة الخير الأبي وزبير الضرغام منتدب النبي وبسعدهم وسعيدهم رضي الله عنهم ووفق للتقى يا الله وبحمزة الكرار أسد الله وقتادة سهل وعبد الله وكذا بضحاك وعبد الله عنهم وباركنا بهم يا الله عنهم وصححنا بهم يا الله عنهم وأيدنا بهم يا الله أمة سيدنا محمد അധീരറ്റ റഹീമത്തിൻ അണ പൊട്ടിയൊഴുകുന്ന ദിനരാത്ര നിമിഷങ്ങൾ കഴിഞ്ഞുവല്ലോ റമളാൻ അനുഗ്രഹ ദിനങ്ങൾ പോയി മറഞ്ഞുവല്ലോ സലാം ചൊല്ലി പിരിഞ്ഞു നമ്മളും പുണ്യ റമളാനിടാന് റബ്ബേ സദാ ഞങ്ങൾ ദുആ ചെയ്യും ഖബൂലാക്കാന് തറാവീഹും ഖുർആനും തസ്ബീഹും ദുആകളും തരം പോലെ കബൂലാക്കി തരണേ റബ്ബേ തെറ്റും കുറവെല്ലാം നികത്തി മാപ്പരുളിടണേ ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട ഈ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികളെ, സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ ലോകത്ത് മരിക്കൽ ഖൈറാകുന്ന സന്ദർഭത്തിൽ ഈമാൻ സലാമത്തായി യഥാർത്ഥ മുഅ്മിനീങ്ങളായി മരിക്കുവാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ മുഴുവൻ ആളുകളെയും അല്ലാഹു അവന്റെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പിനെയും മറ്റു അമലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ. നാളെ പരലോകത്ത് പരിശുദ്ധ റമളാൻ ഖൈറായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെല്ലാവരും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പുല്ലുപുഷ്പാദികളും ഇഴജീവികളും എല്ലാവരും പ്രയാസത്തിലാണ്. എല്ലാവരും ഈ വേളയിൽ എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന വിഷയം, എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രയാസമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ മുഅ്മിനീങ്ങളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, നമ്മൾ വളരെ പ്രയാസം. പരിശുദ്ധ റമളാൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഏതൊരാൾക്കാണ് അത് ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? കഴിഞ്ഞില്ല.
ഏതൊരാൾക്കാണ് അത് ശരിക്ക് കേൾക്കാൻ കഴിഞ്ഞത്, പറയാൻ കഴിഞ്ഞത്? ഇതൊരു മുഅ്മിനിന്റെ ലക്ഷണ. സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്നങ്ങ് പറഞ്ഞപ്പോ പള്ളിയുടെ ഉള്ളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും പുറത്തുള്ള ആളുകളും ഒക്കെ തന്നെ അവരെ ഖൽബിൽ അങ്ങേയറ്റത്തെ ഒരു പ്രയാസമുണ്ടായില്ലേ? ഇത് മുഅ്മിനീങ്ങളുടെ ലക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. റഹ്മാനായ റബ്ബ് നിലനിർത്തി തരട്ടെ. മാ മർറ അലൽ മുസ്ലിമീന ശഹ്റു, മാസം മുസ്ലിമീങ്ങൾക്കില്ല, മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ല ഇതിലും ഖൈറായ ഒരു മാസം. വലാ യഅതി അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ ലഹും മിൻ, ഇതിലും ഷെറായ ഒരു മാസം മുനാഫിഖീങ്ങൾക്ക് വരാനുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുനാഫിഖീങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരാണ് മുഅ്മിന്? അതൊന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. ആരാണ് മുഅ്മിന്? അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. നല്ല ശ്രദ്ധിച്ചോളിട്ടാ, നല്ല ശ്രദ്ധിച്ചോളി. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇത് ഞാനൊന്നും കൂടി ശ്രദ്ധിക്കാനാണ്, നിങ്ങളോട് ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറയും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ വിശ്വാസികൾ മുഅ്മിനീങ്ങൾ. നല്ല ശ്രദ്ധിച്ചോളി. പരിശുദ്ധ റമളാൻ വിട പറയുമ്പോ റമളാൻ ഒരു തിരിഞ്ഞു നോട്ടാണ് വിഷയം. റമളാൻ ഒരു തിരിഞ്ഞു നോട്ടാണ്. ആ തിരിഞ്ഞു നോട്ടത്തിലേക്കാണ് നമ്മൾ പോണത്. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും മുഅ്മിനീങ്ങൾ, അല്ലദീന, ഒരു വിഭാഗം ആളുകളാ, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് പടപടപ്പുണ്ടാവും, ഒരു ഉൾഭയുണ്ടാകുക. അല്ല ശ്രദ്ധിച്ചോളിത്ത, ഒരു ഉൾഭയുണ്ടാകുക. അല്ലാഹനെ കേൾക്കുമ്പോ, അല്ലാഹനെ പറയുമ്പോ, അല്ലാഹനെ കുറിച്ച് ഓർക്കുമ്പോ, അല്ലാ എന്ന് ചിന്തിക്കുമ്പോ ഹൃദയങ്ങൾക്ക് ഒരു ഉൾഭയം, ഒരു ഭയപ്പാട്, ഒരു പെടപെടപ്പ്, ഒരു കിടിലം കൊള്ളലുണ്ടാകുക. അല്ലാഹു പറയാ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു. ലക്ഷണം അതാ. അല്ലാഹനെ കുറിച്ച് ഓർക്കുമ്പോ, അല്ലാഹുവിനെ കുറിച്ച്, ഈ അണ്ടകടാഹം സൃഷ്ടിച്ചു പോറ്റി പരിപാലിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ മനസ്സിന് ഒരു വല്ലായ്മ, ഒരു പ്രയാസം, ഒരു പടപടപ്പ് ഏതൊരു വിഭാഗം ആളുകൾക്കാണോ ഉണ്ടാകുന്നത് അവരുടെ ഒന്നാമത്തെ ലക്ഷണമാണത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. പരിശുദ്ധമായ ഖുർആനിനെ അവരിലേക്ക് ഓതിക്കൊടുക്കുമ്പോ, وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം അവരിലേക്ക് ഓതിക്കൊടുക്കുമ്പോ, زَادَتْهُمْ إِيمَانًا, ഈമാൻ അധികരിക്കുക. അല്ലാഹുവിന്റെ ആയത്തുകള്, അല്ലാഹുവിന്റെ ആയത്തുകള് അവരിലേക്ക് ഓതിക്കൊടുക്കുമ്പോ അവരുടെ ഈമാൻ അധികരിച്ചിരുന്നോ, മുഅ്മിനീങ്ങളുടെ ഈമാൻ അധികരിക്കും. എത്രയോ സംഭവങ്ങളാ, എത്രയോ സംഭവങ്ങള് നമ്മുടെ നാട്ടുകൂടുള്ള സംഭവം തന്നെ ധാരാളം ഉണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോ, പരിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോ ഈമാൻ അധികരിച്ച് അവര് ദീനിലേക്ക് വന്ന് ശിഷ്ടകാലം അങ്ങേ അറ്റം സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് മരിച്ചുപോയ ധാരാളം ആളുകളില്ലേ? പൊട്ടച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവർ ഇസ്ലാമിലേക്ക് വന്നത് എങ്ങനെയെന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഇതുപോലെ ധാരാളം ആളുകളില്ലേ? കമല സുരയ്യ ഖുർആൻ കേട്ടപ്പോ, വാങ്ക് കേട്ടപ്പോ എന്റെ മനത്, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ഈമാൻ അധികരിക്കുക. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.
റഹ്മാനായ റബ്ബ് ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളിട്ട. പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാറ്റം വന്നതാ, പറയാൻ ഒരാളുണ്ടോ ഹബീബേ തുല്യത. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനോ. ഒരു സംഭവങ്ങൾ നേരെ ശ്രദ്ധിച്ചോളിത്ത. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നൊരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു ടെന്റുകൾ, സ്ഥൂല ശരീരമുള്ള ഒരു മനുഷ്യൻ, ഒരു സ്ഥൂല ശരീരമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് അങ്ങനെ ബേജാറിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളട്ടെ. ഇവിടെ ഉസ്താദ്, ആദരണീയനായ ഉസ്താദ് പറപ്പൂര് ബാപ്പട്ടി മുസ്ലിം വരുന്നുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളിട്ട്. ആ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാണ് ആര് ചെല്ലുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണെന്നോ, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ഗ്രാമീണനായ മനുഷ്യനാ. ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങളൊക്കെ എന്താണ്, നിങ്ങളെ പ്രയാസപ്പെടുത്തിയ കാര്യം എന്താ? ബഹുമാനപ്പെട്ടവരോട് നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാ. നിങ്ങളുടെ പ്രയാസം എന്താ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അയാൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ വലിയൊരു പ്രയാസത്തിലാ. മൂന്നാമത് ചോദിച്ചു, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യം എന്താ? ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ പറ്റുമോ നോക്കാം, നിങ്ങൾ പറയും എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും ഒരു യാത്രയിലായിരുന്നു. എന്റെ ഭാര്യയാണെങ്കിലോ പൂർണ്ണ ഗർഭിണിയാണ്. ഈ തമ്പിന്റെ ഉള്ളില് പ്രസവ വേദനയുമായി അങ്ങേ അറ്റത്തെ പ്രയാസത്തിലാ. ആ തമ്പിന്റെ ഉള്ളിൽ നിന്ന് ഞരക്കോ മൂളലൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു വല്ലാത്ത പ്രയാസം ആ തമ്പിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. വേറെ ആരും സഹായത്തിനില്ല. അങ്ങേ അറ്റത്തെ പ്രയാസത്തിലാണ്, ബേജാറില. മഹാനായ ഉമർ ഇബ്നുൽ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞാൻ ഉടനെ തന്നെ വരാം. നിങ്ങളുടെ ഭാര്യയെ ഈ ഘട്ടത്തിൽ സഹായിക്കാനുള്ള ഒരാളുമായി ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ആ വരുന്ന ആൾക്ക് കൂലിയായി നൽകാൻ എന്റെ കയ്യിൽ യാതൊന്നുമില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ പരിഹരിച്ചോളാം, നിങ്ങൾ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഗം തന്നെ പോയി. തന്റെ വീട്ടിലേക്ക് ചെന്നു ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അങ്ങേ അറ്റത്തെ പ്രയാസം അനുഭവിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവത്തിന്റെ വേദനയുമായി ഒരു തമ്പിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അവർക്ക് കഴിക്കാനുള്ള അല്പം ഭക്ഷണവുമായി നമുക്ക് വേഗം. രണ്ടുപേരും വേഗം പുറപ്പെട്ടു. അവിടെ ചെന്നു തമ്പിന്റെ ഉള്ളിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണി കടന്നു. ഇവർ രണ്ടുപേരും പുറത്തങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അബ്ദുല്ലാ. എന്റെ പേര് അബ്ദുല്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇയാൾക്ക് മനസ്സിലായെങ്കിലോ, അപ്പോ കാര്യങ്ങളൊക്കെ പ്രയാസപ്പെട്ടെങ്കിലോ, അബ്ദുല്ലാ എന്താണ് നിങ്ങൾക്ക് ജോലി? ഞാനൊരു യജമാനന്റെ അടിമയാണ്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? മദീനയിലാ. നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഞാൻ മക്കക്കാരനാ. മക്കക്കാരനാണെന്ന് പറഞ്ഞപ്പോ ആ ഗ്രാമീണനായ മനുഷ്യന് സന്തോഷമായി. ഉടനെ തന്നെ അയാൾ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര ഭാഗ്യവാനാണ്, ഞാൻ മുഹമ്മദ് മുസ്തഫാനെ കണ്ടിട്ടില്ല.
മുഹമ്മദ് മുസ്തഫയുമായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫാന്റെ സ്വഭാവങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ആ ഗ്രാമീണന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് മുഹമ്മദ് മുസ്തഫാന്റെ സ്വഭാവം അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ ഉള്ളിൽ നിന്നൊരു കരച്ചിൽ കേട്ടു, കുട്ടിയുടെ കരച്ചില്. അൽഹംദുലില്ലാഹ്, ആ ഭാര്യ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സഹധർമ്മിണിയെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വിളിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരന് സന്തോഷ വാർത്ത അറിയിക്കുക. ഭാര്യ വിളിക്കുക. ഇവര് രണ്ടാളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇവർക്ക് മുമ്പിലിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ അറിയില്ല. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഉള്ളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ ഭാര്യ വന്നിട്ട് ബഹുമാനപ്പെട്ടവരെ വിളിക്കുക. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. എന്താ? നിങ്ങളുടെ സഹോദരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളുടെ സഹോദരന് അറിയിച്ചു കൊടുക്കുക എന്ന് പറയാൻ വേണ്ടി വിളിച്ചതെന്താ? അമീറുൽ മുഅ്മിനീൻ. ഗ്രാമീണനായ മനുഷ്യനാകെ ഞെട്ടിത്തരിച്ചുപോയി. പടച്ചവനെ, ഞാൻ എന്ത് ശബ്ദമാണ് ഈ കേട്ടത് റബ്ബേ? അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ പ്രകമ്പനം കൊണ്ടു. അമീർ, നിങ്ങളാണോ ഉമർ ഇബ്നുൽ ഖത്താബ്? നിങ്ങളാണോ ഉമർ ഇബ്നുൽ ഖത്താബ്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഗ്രാമീണൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. 3 പ്രാവശ്യം ഈ തമ്പിന്റെ മുമ്പിൽ നിന്ന് ആട്ടിയോടിച്ച നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങളുടെ ഭാര്യയാണോ? എന്റെ ഭാര്യയ്ക്ക് വെള്ളാട്ടിയായിക്കൊണ്ട് വയറ്റാട്ടിയായിക്കൊണ്ട് നിങ്ങളുടെ ഭാര്യയാണോ ഉള്ളിലുള്ളത്? ബഹുമാനപ്പെട്ടവരെ, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈകളും പിടിച്ചുകൊണ്ട് വിലപിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, എന്റെ യജമാനൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട ജോലിയാണിത്, നിങ്ങൾ എന്നോടും ഏൽപ്പിക്കപ്പെട്ട ജോലിയാണ് ഈ ജോലി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പറയാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാറ്റം വന്നതാ, പറയാൻ ഒരാളുണ്ടോ ഹബീബേ തുല്യത? ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനോ. ഇതുപോലെ കൽബുകൾ എത്രയോ ഖുർആനിനാൽ ഈമാന്റെ കേന്ദ്രം തന്നെയായി പല നാളിലായി. ഇതുപോലെ എത്രയോ കൽബുകൾ ഈമാനിന്റെ കേന്ദ്രങ്ങളായി മാറി. എന്തിനാൽ? നിങ്ങൾ പറയും, എന്തിനാൽ? ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതുപോലെ കൽബുകൾ എത്രയോ ഖുർആനിനാൽ. എന്തുകൊണ്ടാ മാറ്റം വന്നത്? ഖുർആൻ കൊണ്ട്, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട്. അല്ലാഹു പറഞ്ഞു, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം അവരിലേക്ക്, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരിലേക്ക് ഓതിക്കൊടുക്കുമ്പോ ആയ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ അധികരിക്കും. അല്ലാഹു പറയാം, മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ ലക്ഷണം എന്താ? അല്ലാഹനെ കുറിച്ച് ഓർക്കുമ്പോ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാവും. 2ാമത്തെ ലക്ഷണം ഖുർആൻ കേൾക്കുമ്പോ ഈമാൻ അധികരിക്കും. 3ാമത്തെ ലക്ഷണം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, നിസ്സാരമായ കാര്യങ്ങൾക്ക് അവര് പരിഭ്രമിക്കൂല, അവര് ബേജാറാവൂല, അവര് വെപ്രാളപ്പെടൂല. സകലമാന കാര്യങ്ങളും അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആ ഗുണം അല്ലാഹു നമുക്ക് എല്ലാ കാര്യവും അല്ലാഹനെ ഏൽപ്പിക്കാം. എല്ലാ കാര്യം അല്ലാഹനെ ഏൽപ്പിക്കുക. അടുത്ത നിമിഷം എന്താണ് ഉണ്ടാവുക എന്ന് അറിയാത്ത ആളുകളാണല്ലോ നമ്മള്. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ബേജാറാകണത്? നമ്മൾ വെറുതെ ബേജാറാകുക. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത നിമിഷം എന്ന് പോലും അറിയാത്ത നമ്മള്, നമ്മുടെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കണം നമ്മൾ എന്തിനാ ബേജാറാകണത്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
സകലമാന കാര്യങ്ങളും അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാ. 3 അല്ലദീന യുഖീമൂനസ്സലാഹ് 5 നേരത്തെ നിസ്കാരം കൃത്യമായി പാലിക്കുന്നവരാണ്, നിലനിർത്തുന്നവരാണവർ. ആരുടെ ലക്ഷണമാണ് ഈ പറയുന്നത്? 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ് അവര്. അല്ലദീന യുഖീമൂനസ്സലാഹ് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം അവർക്ക് നൽകിയതിൽ നിന്ന് നിർലോഭം ചെലവ് ചെയ്യുന്നവരാണവർ. നാം അവർക്ക് നൽകിയതിൽ നിന്ന്. നമ്മൾ ആരുമല്ല ഈ ഉണ്ടാക്കിയതൊന്നും എന്റെ കഴിവ് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ പ്രാപ്തി കൊണ്ടോ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല. അല്ലാഹു പറയാ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് നിർലോഭം ചെലവഴിക്കുന്നവരും ആണവർ. ആര്? മുഅ്മിനീങ്ങൾ. അപ്പോ ഒന്നാമത്തെ ലക്ഷണം ഇദാ ദുഃഖത്തിൽ ഭയപ്പാടുണ്ടാവുക. വഇദാ തുലിയത് അലൈഹിം സാദതുഹും ഈമാനാ ഖുർആൻ കേൾക്കുമ്പോ ഈമാൻ അധികരിക്കുക. വഅലാ റബ്ബിഹിം യതവക്കലൂൻ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അല്ലദീന യുഖീമൂനസ്സലാ 5 നേരത്തെ നിസ്കാരം കൃത്യമായി പാലിക്കുക. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം അവർക്ക് നൽകിയതിൽ നിന്ന് നിർലോഭം ചെലവ് ചെയ്യുക. ഈ 5 ലക്ഷണങ്ങളുള്ള ആളുകളുണ്ടല്ലോ, അല്ലാഹു പറയുകയാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഉലൈക ഈ പറയപ്പെട്ട ആളുകളാണ്, അവർ തന്നെയാണ് അൽ മുഅ്മിനൂന ഹഖ്ഖാ യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരാ, യഥാർത്ഥ ഈ 5 സ്വഭാവങ്ങളുള്ള ആളുകളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ അവരാ. എന്നിട്ട് അല്ലാഹു പറയാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉന്നതമായ പദവികളുണ്ട്. വമഗ്ഫിറത്തുൻ പാപമോചനമുണ്ട്. വറിസ്ഖുൻ കരീം മാന്യമായ ഭക്ഷണമുണ്ട് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ വിഭാഗത്തിൽ പടച്ചവനെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളിൽ പലരും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ ധാരാളം. മുഅ്മിനീങ്ങളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണം അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. നല്ല ശ്രദ്ധിച്ചോളിട്ട്, നല്ല ശ്രദ്ധ. പരിശുദ്ധ റമളാൻ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൽ ലഹും മിൻ ഇത്ര നല്ല ഒരു മാസം മുസ്ലിമീങ്ങളിൽ കടന്നുപോയിട്ടില്ല. ഇത്ര നല്ല ഒരു മാസം. ഈ മാസത്തിന്റെ ശ്രേഷ്ഠത, ഈ മാസത്തിന്റെ വിവിധ തരത്തിലുള്ള പോരിശകളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ദിവസമായി ഇവിടെ വയല് നടക്കണ്, ഒരുപാട് കാര്യങ്ങളായി പല രൂപത്തിലും നമ്മൾ കേൾക്കണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ ശ്രേഷ്ഠത എല്ലാവർക്കും അറിയാം. ഈ മാസത്തിന്റെ വലിയ ഒരു പ്രത്യേകതയാണ് വന്നതും പോയതും എപ്പോഴാ. പടച്ചോനെ, എത്ര വേഗ പോയത്, എത്ര വേഗ. വലാ യഅതി അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൽ ലഹും മിൻഹു ഖാല റസൂലുള്ളാഹി. മുനാഫിഖിന്, കപട വിശ്വാസിക്ക് ഇത്ര ഷെറായ ഒരു മാസമല്ല എന്നാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ തുടക്കത്തില്, അങ്ങേയറ്റത്തെ പ്രയാസം പടച്ചവനെ. പരിശുദ്ധ റമളാൻ ഞങ്ങളോട് വിട പറയുകയാണല്ലോ റബ്ബേ. ഈ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ നീ സ്വീകരിച്ചോ റബ്ബേ. എന്ന ആ പ്രയാസങ്ങള്, എന്ന ആ ബേജാറുകള്, അതുപോലെ ഈ റമളാൻ നാളെ പരലോകത്ത് ഖൈറായിട്ട് ഞങ്ങൾക്ക് സാക്ഷിയാകുമോ റബ്ബേ. നാളെ വരാൻ പോകുന്ന പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമോ റബ്ബേ. ഈ റമളാൻ ഞങ്ങളെ തൃപ്തിപ്പെട്ടിട്ടാണോ പോകുന്നത് റബ്ബേ എന്നൊക്കെയുള്ള ചിന്തകള് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. സലാം ചൊല്ലി പിരിഞ്ഞു നമ്മളും പുണ്യ റമളാന്. ശഫാഅ റബ്ബേ സദാ ഞങ്ങൾ ദുആ ചെയ്യും കബൂലാക്കാന്.
നമ്മൾ ദുആ ചെയ്യാ കബൂലാക്കാൻ വേണ്ടി. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു യഅലമു അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലി ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ് ഖാല വലാ അനാ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ ഖാല റസൂലുള്ളാഹി. അമലുകൾ ചെയ്തു എന്ന് വിചാരിച്ച് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഞങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കൃപയും കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ സാധ്യല്ല. കർമ്മങ്ങളൊക്കെ ചെയ്തു, ഇനി ഒന്നും ചെയ്യണ്ട, ഒക്കെ റെഡിയാണ് എന്ന് വിചാരിച്ച് നടക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ലൻ യൻജു അഹദും മിൻകും ബിഅമലി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുക ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? അമലുകൾ ചെയ്തു എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നടക്കണ്ടെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ സഹാബത്തിനോട് പറയുകയാണ് ഖാല വലാ അൻത ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ, അല്ലാഹുവിന്റെ പ്രത്യേകമായ കരുണ, അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങളായി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് ഇതന്നെ, ഒന്ന് ഒരു ആത്മപരിശോധന തന്നെ നടത്തണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുക. അല്ലാഹുവിന്റെ റസൂൽ ഏതാണ് ഓതിക്കൊണ്ടിരിക്കുന്നത് അറിയാം, നല്ല ശ്രദ്ധിച്ചോളിത്ത. ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിലിഖാഇ റബ്ബിഹിം ലാ യുശ്രികൂൻ والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. അവിടെ അല്ലാഹുവിന്റെ റസൂൽ എത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിർത്താൻ പറയുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതുക, മുഅ്മിനീങ്ങളുടെ ലക്ഷണം ഇങ്ങനെ പറയണം. മുഅ്മിനീങ്ങൾ തീർച്ചയായും രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണെന്നും ആയത്ത് കേട്ടാൽ വിശ്വാസം അധികരിക്കുന്നു, അല്ലാഹുവിലൊന്നിനും ഇങ്ങനെ ഓതുകട്ട. നല്ല ശ്രദ്ധിച്ചോളിത്ത, നല്ല ശ്രദ്ധിച്ചു. ഏതാണ് അടുത്ത ആയത്ത്? വല്ലദീന യുതൂന മാ ആതൗ റബ്ബുഹും വജിലത്തുൻ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന ഭയത്താൽ അവരുടെ കൈകളിലുള്ളത് മുഴുവനും ദാനം ചെയ്യുന്നവരാണവർ. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന ഭയത്താൽ പേടിച്ച്, കൽബ് പേടിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ളത് മുഴുവനും ദാനം ചെയ്യുന്നവരാണവർ. മുഅ്മിനീങ്ങളുടെ ലക്ഷണം ഇങ്ങനെ പറയാ, ഖുർആൻ ഇങ്ങനെ പറയാ, അത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതുക. അവിടെ എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലേ എന്താണ് പറഞ്ഞത് ഒന്ന് വിശദീകരിക്കണം നബിയെ. ആരാ പറയണത്? ഇവിടെ ശ്രദ്ധിക്കുങ്ങളെ, ആരാ പറയണത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അല്ലാഹുവിന്റെ റസൂലേ അതൊന്നുകൂടി പറഞ്ഞു തരീം. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറയാ. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ആയത്തന്നെ ഒന്നാണ്ട് ഓതി കൊടുത്തു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുക, അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് പേടിച്ചിട്ട് ഉള്ളത് മുഴുവനും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ആ ആള് അഹുവർ റജുലു യസ്നി വയസ്രിഖു വയശ്റബുൽ ഖംറ. അല്ലാഹുവിന്റെ റസൂലേ ഇങ്ങനെ അള്ളാനെ പേടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണ ആ ആള് മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ഇങ്ങനെ അള്ളാനെ പേടിച്ചിട്ട് ഉള്ളതൊക്കെ കൊടുക്കണത് ഇവർ ഇന്ന സ്വഭാവക്കാരായിരുന്നോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബിന്ത അബീബക്കർ, അബൂബക്കറിന്റെ മകളെ. അല്ലാഹുവിന്റെ റസൂല് പറയാ, അതൊരു ഗൗരവമുള്ള ഒരു പറച്ചിലാണത്. ഓ, അബൂബക്കറിന്റെ മകളെ. ആരെ വിളിക്കണേ? ആരുടെ മകളാ? അബൂബക്കറിന്റെ മകളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ള വിളിക്കുക, യാ ബിന്ത അബീബക്കർ, അബൂബക്കറിന്റെ മകളെ. ലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖൂ. അവർ ഒരിക്കലും തന്നെ മോഷ്ടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരവരും നിസ്കരിക്കുന്നവരും ധർമ്മം ചെയ്യുന്നവരുമാണ്. എന്താണ് അവരിങ്ങനെ സദഖ ചെയ്യാൻ കാരണമെന്നറിയോ? വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു. പടച്ചവനെ, എന്റെ അമലുകൾ നീ സ്വീകരിച്ചോ റബ്ബേ, സ്വീകരിച്ചിട്ടില്ലേ റബ്ബേ എന്ന് പേടിച്ചുകൊണ്ടാണ് അവർ സദഖ ചെയ്തിരുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കാര്യങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ? ഇവരാരാ ഈ ആളുകള്? ഇവര് വ്യഭിചാരികളോ മോഷ്ടാക്കളോ മദ്യപാനികളോ അല്ല. ഇവരേറ്റവും നല്ല മനുഷ്യന്മാരാ. പിന്നെ ഇവർ അല്ലാതെ പേടിച്ച് ഇങ്ങനെ കൊടുക്കണത് എന്തിനാന്നറിയോ? ചെയ്തത് പടച്ചോനെ ഇജ്ജ് സ്വീകരിച്ചില്ലേ റബ്ബേ, ചെയ്തത് ഇജ്ജ് സ്വീകരിച്ചിട്ടില്ലേ എന്ന ആ കാര്യമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ചെയ്തത് നമ്മൾ വെച്ചിക്കണു, റേറ്റ് ഇട്ടിക്കണു. തറാവിയൊക്കെ അള്ളാഹു 20-40 റേറ്റ് ഇട്ടിക്കണു. ഇങ്ങനെ റേറ്റ് ഇട്ട് പോയിട്ട് നമ്മൾ കുശാലായിട്ട് ഇങ്ങനെ ഇരിക്കുക. അള്ളാഹു തആല ഒക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹു ഗഫൂറുർ റഹീമ. ഒരു മനുഷ്യൻ ഇസ്ലാം മതം വിശ്വസിച്ചിട്ട് ഒരു സുജൂദ് പോലും ചെയ്തില്ല, അയാൾ സ്വർഗത്തിലാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഗഫൂറുർ റഹീമ. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബത്ത് യുദ്ധത്തിന് പോവുക. മൂപ്പരും എന്തായി? യുദ്ധത്തിനാണ് പോയി. യുദ്ധത്തിന് ചെന്ന പാടന്നെ മൂപ്പരെന്തായി? മൂപ്പര് ഷഹീദായി. ഒരു സുജൂദ് പോലും മൂപ്പര് ചെയ്തിട്ടില്ല. മൂപ്പരെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മൂപ്പര് സ്വർഗത്തിലാണ്. അല്ലാഹു ഗഫൂറുർ റഹീമ. അള്ളാഹു നമ്മളൊക്കെ പൊറുത്തു തരട്ടെ. റഹ്മാനായ റബ്ബ് എല്ലാ ദോഷങ്ങളും പൊറുത്തു തരട്ടെ. നമ്മുടെ ആത്മപരിശോധന നടത്തണം. പടച്ചോനെ ഒക്കെ സ്വീകരിച്ച റബ്ബെ. വലിയ വലിയ ആളുകളുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളിട്ട. ഇതൊരു മത്സരപ്പി നടന്നത്. എപ്പോ ഈ നടന്നത്? ഇപ്പൊ ഒരു മാസക്കാലം ഇവിടെ നടന്നത് ഒരു മത്സരം. നല്ല ശ്രദ്ധിച്ചോ. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ പറയുകയാ, ശഹ്റു റമളാന മിളുമാറൻ ലിഖൽഖിഹി യസ്തബിഖൂന ഫീഹി ലിതാഅതി ഫസബഖാ അഖ്വാമുൻ ഫഫാസു വതഖല്ലഫാ അഖ്വാമുൻ ഫഖാബു. ഇവിടെ ഒരു മത്സര നടന്നിക്കണത്. ഏത് മത്സര? അള്ളാഹുവിന്റെ അടിമകൾക്ക് ഇബാദത്തിൽ മുന്നേറ. ശഹ്റു റമളാന മിളുമാറൻ ലിഖൽഖിഹി യസ്തബിഖൂന ലിതാഅതിഹി. അള്ളാഹുവിന്റെ അടിമകൾക്ക് ഇബാദത്തിൽ മുന്നേറാനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നിക്കുന്നത്. ഈ മത്സരത്തിൽ മുന്നേറി വിജയിച്ചു. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ചില ആളുകള് തഹജ്ജുദ് നിസ്കരിച്ചു. ചില ആളുകള് പരിശുദ്ധമായ റമളാനിലെ എല്ലാ റവാത്തിബും നിസ്കരിച്ചു. എല്ലാ ഫർളുകളും ജമാഅത്തായി നിസ്കരിച്ചു. ഒരുപാട് ഖുർആനോദി ധാരാളം ഖത്തം തീർത്തു. ഒരുപാട് തസ്ബീഹുകളും തഹ്ലീലുകളും ചൊല്ലി അയാളുടെ കണ്ണിനെയും കാതിനെയും നാവിനെയും സൂക്ഷിച്ചു. അങ്ങനെ അയാൾ പരമാവധി അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഫസബഖാ അഖ്വാമു ഫഫാസു. വിജയിച്ചു ചില ആളുകള്. ഈ പരീക്ഷയിൽ വിജയിച്ചു ചില ആളുകള്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്നാലോ വതഖല്ലഫാ അഖ്വാമുൻ ഫഖാബു. ചില ആളുകൾ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചെറിയ ചെറിയ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് വയറുവേദനായി, ഛർദിച്ചു, പിന്നെ അങ്ങനെ തലയിറ്റി, അങ്ങനെ പ്രഷറാണ്. ചിലര് പറയും പ്രഷറാണ്. എന്നോട് 1-2 ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഉച്ചയായ തലയിറ്റുമല്ലോ എത്രങ്ങാനും ചായ കുടിച്ചിരുന്ന ആൾക്കാരാ.
എത്രങ്ങാനും ചോറ് വെച്ചിരുന്ന ആൾക്കാരാ. ചോറിനൊരു ഹദ്ദൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോ പെരുന്നാളായാലാ ആ വായന്റെല ആരുണ്ടാക്കിയണാവോ? വായന്റെല എവിടുന്നപ്പോ ഇത് വന്ന അല്ലാഹു അഅലം. ഈ വായന്റെലക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ തിന്നണേന് ഒരു ഹദ്ദുണ്ടാവില്ല. തിന്നെ. എന്നിട്ട് കുട്ടികളൊക്കെ നീച്ചു പോയിട്ട് ഇമ്മയും ബാപ്പിയും ഒറ്റയ്ക്ക് ഇരിക്കും. ബാക്കിയൊക്കെ അടിയുമ്പെത്തിയിട്ട് ആ ഞമ്മളാണ് ഈ ഇരിക്കണതേ. അതാ ഞാൻ പറഞ്ഞത്. ആ ഞമ്മളാണ് ഈ ഇരിക്കണത്. കുമ്പളങ്ങ കൂട്ടാനൊരു കല കൊടന്ന് ചെയ്യുന്നു. അതാണ് ഈ കാലിയാക്കി. സ്രാവ് നിർബന്ധ ഫർള് അയിന് പോലെ. സ്രാവ് ഇല്ലെങ്കിൽ എന്താ പെരുന്നാള് എന്നാ പറയുന്നത്. അപ്പൊ ഇതിന് പുറമെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ഇപ്പോ മീനുണ്ട്, ഇറച്ചിയുണ്ട്, ബിരിയാണി ഉണ്ട്. ഒന്നും ഞമ്മക്ക് ഏറിയതില്ല. കുല്ലും സെയ് എല്ലാം ഒന്നും ഏറില്ല. അതൊക്കെ തിന്നിട്ട് അതിന്റെ മുമ്പും ശേഷവും അതിപ്പോ ഏത് ഷഅബാനിലും ശവ്വാലിലൊക്കെ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഷഅബാനിലും ശവ്വാലിലും നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ മതി. ആ അങ്ങനത്തെ നമ്മളാണ് ഈ 14 ചില്ലാനം മണിക്കൂർ ഇരിക്കുന്നത്. ഒരു കുഴപ്പം ഞമ്മക്കില്ലല്ലോ. ആ നിയ്യത്തിന്റെ കരുത്ത നമുക്ക് അത്തായവും വേണ്ടല്ലോ, നമുക്ക് ചിലപ്പോ മുത്തായവും വേണ്ടല്ലോ, നമുക്കൊരു കുഴപ്പം പറ്റണില്ലല്ലോ. പക്ഷെ ചില ആൾക്കാർക്ക് ഉച്ചയാകുമ്പോ തലയിട്ടുമല്ലോ. ചില ആൾക്കാർ ഛർദിക്കാൻ വരിക. ചില ആൾക്കാർ അങ്ങനത്തെ ആൾക്കാര് വീടിന്റെ ഉള്ളിൽ പോയിട്ട് ഭാര്യനെ പതിക്കങ്ങനെ സോപ്പിട്ടിട്ട് അടുക്കളയിൽ ഒരു മൂലക്ക് ഇരുന്നിട്ട് ശാപ്പാട് കഴിക്കുന്ന ആൾക്കാര് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് മുസ്ലിം എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റൂല. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലായതി അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൽ ലഹും മിൻഹു എന്ന് പറഞ്ഞത്. അവർ മുനാഫിഖീങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ സെക്കൻഡിന്റെ വില മനസ്സിലാക്കാത്ത ആളുകളാ. അപ്പൊ ചില ആളുകള് ഈ പരീക്ഷയിൽ വിജയിച്ചു പോയി, ചില ആളുകളോ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ആഖിറത്തിലും പരാജയത്തിലാ. അല്ലാഹുവിന്റെ റസൂല് നോമ്പ് ശുപാർശകനല്ലാത്ത ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂല് ശുപാർശ ചെയ്യൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോമ്പ് കേടായിട്ട് സാക്ഷി നിൽക്കുന്ന ഒരാൾക്ക് അള്ളാന്റെ റസൂല് ഖൈറായിട്ട് സാക്ഷി നിൽക്കൂല. നാളെ പരലോകത്ത് ഇവിടെ പരാജയപ്പെട്ടോൻ നാളെ പരലോകത്തും പരാജയത്തിലാ. ഇവിടെ ജയിച്ചോനോ നാളെ പരലോകത്തും ജയിച്ചു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നല്ല രൂപത്തിൽ നിയ്യത്ത് ചെയ്തു, നല്ല രൂപത്തിൽ അവയവങ്ങളെയൊക്കെ സൂക്ഷിച്ചു, നല്ല രൂപത്തിൽ അമലുകളൊക്കെ ശ്രദ്ധിച്ചു, എന്നിട്ട് നല്ല രൂപത്തിൽ നോമ്പ് തുറന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല രൂപത്തിൽ ബിസ്മി ചൊല്ലി നോമ്പ് തുറന്നു. അല്ലാഹുമ്മ ലക സുംതു. അവനക്ക് വേണ്ടി പറയുകയാണ് ഹഫിളക്കല്ലാഹു കമാ ഹഫിൽതനീ. അമലുകൾ ചെയ്ത ആൾക്ക് ഖൈറായിട്ട് ദുആർക്കും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുആ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതൊരു സ്പെഷ്യൽ ദുആ. അമലുകൾ ആ ചെയ്ത ആൾക്ക് ഖൈറായിട്ട് ദുആ ചെയ്യും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ദുആർക്കണത്? ആ അമല് നല്ലോണം ശ്രദ്ധിച്ചു. ഒരു വഖഫില് ഒരു വെപ്പുങ്ങൽ എത്തിയിട്ട് നിർത്തിയാൽ മതി എന്നാ പറയുന്നത്. ഇന്നാള് ഞാൻ ഇങ്ങനെ വയന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞു ഒരു വെപ്പുങ്ങൽ എത്തിയിട്ട് നിർത്തിയാൽ അന്ന് മുളയങ്കാവും മുളയങ്കാവും അതേപോലെ ഇത് നമുക്ക് നിർത്താട്ടാ ഇരിക്കും. അമലുകള് അത് ചെയ്ത ആൾക്ക് ഖൈറായിട്ട് ദുആ ചെയ്യാൻ നല്ല ശ്രദ്ധിച്ചോളൂ. ആ അമല് നന്നായാൽ ആ അമല് ചെയ്ത ആൾക്ക് അമൽ എന്നെ ദ്വാർക്കുക.
കേടായാൽ കേടായിട്ടും ദ്വാരക്കാം. അപ്പോ നേരെ ഒരാൾ നിയ്യത്ത് ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ആ അമല് പറയാ, ഹഫിളക്കല്ലാഹു കമാ ഹഫിൽതനി, അള്ളാഹു എന്നെ കാത്തു സൂക്ഷിച്ചതുപോലെ നിന്നെയും അള്ളാഹു കാത്തു സൂക്ഷിക്കട്ടെ. ആ അമല് പറയാ. എന്നിട്ട് സുമ്മ ഉസ്ഇദ ബിഹാ ഇലസ്സമായി വലഹാ ലൗഉം വനൂർ, ഒരു പ്രത്യേകമായ പ്രഭയും വെളിച്ചവുമായി ആ അമല് ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. വഫുതിഹത്ത്, ആ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ആ അമലിനെ അള്ളാഹു സ്വീകരിക്കപ്പെടുകയാ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ ശ്രദ്ധിക്കാത്ത അമല, തീരെ ശ്രദ്ധിച്ചില്ല, നിയ്യത്ത് ശ്രദ്ധിച്ചിട്ടില്ല, കണ്ണിനെയും കാതിനെയും നാവിനെയും ശ്രദ്ധിച്ചിട്ടില്ല, അവയവങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ഒരാൾ അഫ്തറുതു എന്നയാള് പറയുമ്പോ ആ അമല് പറയുകയാണ്, ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, എന്നെ നീ പഴപ്പിച്ചതുപോലെ, പാഴാക്കിയതുപോലെ, നശിപ്പിച്ചതുപോലെ നിന്നെ അല്ലാഹു നശിപ്പിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കറുത്തിരുണ്ട ഒരു രൂപമായിട്ട് ആ അമല് ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. വഉല്ലിഖത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടം ആ അമലിനെ തൊട്ട് കൊട്ടിയടക്കപ്പെടുകയാ. സുമ്മ തലുഫു കമാ യുലഫു സൗബുൽ ഖലഖ്, എന്നിട്ട് കീറത്തുണി, പഴന്തുണി ചുരുട്ടി എറിയുന്നത് പോലെ ആരാണോ അമല് ചെയ്തത് ആ അമല് ചെയ്ത ആളുടെ മുഖത്ത് റബുബിഹാ വജുഹു സാഹിബിഹാ ഖാല റസൂലുള്ളാഹി, ആ അമലിനെ ചുരുട്ടി എറിയപ്പെടും അയാളുടെ മുഖത്തേക്ക്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ അമലുകൾ ഇതിലേതിൽ പെട്ടു എന്നൊരു ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമാണ് ഈ സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സ്വീകരിക്കുന്ന അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ ഉൾപ്പെടുത്തട്ടെ. ഒരു നല്ല ഒരു മഹാൻ ഉണ്ടായിരുന്നു, മൂപ്പരുടെ പേര് ഹാത്തിമുൽ അസം. ഹാത്തിമുന്നുണ്ട്, ഹാത്തിമുൽ അസം, നല്ല മഹാന. മൂപ്പരെ നിസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ മൂപ്പരെടുത്ത് ചെന്നു. മൂപ്പരോട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളെ നിസ്കാരത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, അത്ര സൂക്ഷ്മതയുള്ളൊരു മഹാന. നിസ്കാരത്തിന് വേണ്ടി മൂപ്പര് നിന്നാൽ ഈ ലോകവുമായുള്ള ബന്ധം തന്നെ മുറിഞ്ഞു. അങ്ങനത്തെ മൂപ്പരെ നിർത്താം. അപ്പൊ ആ നിസ്കാരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ ചെന്നിട്ട് മൂപ്പരോട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. മൂപ്പര് പറഞ്ഞു കൊടുക്കാം. ഇതോടുകൂടെ നമ്മൾ നിർത്തട്ടോ, നല്ല ശ്രദ്ധിച്ചോളൂ. ഇതാ ഹാനത്തി സലാത്തു, നിസ്കാരത്തിന്റെ സമയമായാൽ പൂർണ്ണമായ ഒരു ഒന്നു ഞാനെടുക്കും. മൂപ്പര് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ മുമ്പുള്ളതും ശേഷമുള്ളതൊക്കെ വിട്ടിട്ട് ഈ ഭാഗം മാത്രം എടുക്കുക. പൂർണ്ണമായ ഒരു ഒന്നു. ഒലുവിനെ പറ്റി പറയുന്നിടത്തൊക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒലു നന്നാക്കണേന്ന്. ഒലു നന്നാക്കണം, നമ്മുടെ ഒലുവൊക്കെ നമ്മൾ നന്നാക്കണം. മൂപ്പര് പറഞ്ഞ ഞാൻ പൂർണ്ണമായ ഒരു ഒലു എടുക്കാൻ ഉദ്ദേശിക്കണ ആ സ്ഥലത്ത് ഞാൻ വന്നിട്ട് ഫഅഖഉദു ഫീഹി, അവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരിക്കും. എന്തിനാ? ഹത്താ തജ്തമിഅ ജവാരിഹി, എന്റെ അവയവങ്ങളെയൊക്കെ ആ നിസ്കാരത്തിലേക്കൊന്ന് വഴിപ്പെട്ട് ഒരുമിച്ച് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ണും കാതും കയ്യും കാലും ആ നിസ്കാരത്തിലേക്കൊന്ന് വഴിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരിക്കും. ഒരേകാഗ്രതക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് സുമ്മ അഖൂമു ഇല സലാത്തി, നിസ്കാരത്തിന്റെ സമയമായ ഞാൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ വഅജ്അലുൽ കഅബത ബൈന ഹാജിബി, നിസ്കരിക്കാൻ നിൽക്കുക മൂപ്പര്. രണ്ട് പുരികങ്ങൾക്ക് ഇടയിൽ കഅബ ശരീഫിനെ ഞാൻ കൊണ്ടുവരും. രണ്ട് പുരികങ്ങൾക്കിടയിൽ കഅബ ശരീഫ് ഉണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കും. അല്ല, ശ്രദ്ധിച്ചോളിട്ട. വസ്സിറാത തഹത ഖദമി, ഞാൻ സങ്കല്പിക്കും. വൽ ജന്നത തഹത അൻ യമീനി,
സ്വർഗം എന്റെ വലതുഭാഗത്തുണ്ട് എന്നും വന്നാറ അൻ ശിമാലി നരകം എന്റെ ഇടതുഭാഗത്തുണ്ട് എന്നും ഞാൻ കരുതി ഉറപ്പിക്കും. വമലക്കുൽ മൗതി വറായി അസ്റായീൽ എന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതി ഉറപ്പിക്കും. അലുന്നുഹാ ആഖിറ സലാത്തി ഈ നിസ്കാരം എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരാണ് എന്ന് ഞാൻ കരുതി ഉറപ്പിക്കും. ഈ നിസ്കാരം എന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാര. എന്റെ പിന്നിൽ അസ്റായീലുണ്ട്, എന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, എന്റെ ഇടതുഭാഗത്ത് നരകമുണ്ട്, എന്റെ മുമ്പിൽ എന്റെ പുരികങ്ങൾക്കിടയിൽ കഅബ ശരീഫുണ്ട്. ഞാൻ നിസ്കരിക്കാറുള്ളത് എന്ന് അഖൂമു ബൈനർ റജാഇ വൽ ഖൗഫ് സുമ്മ ലാ അദ്രി അഖ്ബിലതു മിന്നി അം ലാ. ഈ രൂപത്തിലാണ് എന്റെ നിസ്കാരം. ഞാൻ അങ്ങേ അറ്റത്തെ ബേജാറിലാണ്. ഇതിൽ ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ ബേജാറിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതില് എത്ര വലിയ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. റഹ്മാനായ റബ്ബ് നല്ല അമലുകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ തറാവീഹ് നിസ്കാരവും നമ്മുടെ അതുപോലുള്ള അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ. നാളെ പരലോകത്ത് പരിശുദ്ധ റമളാൻ ഖൈറായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.